എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത്ത വയൂതൂന അസ്സകാത്ത ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പ്രിയപ്പെട്ട ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ സംഗമത്തിന് സർവശക്തനായ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിവസം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാ. ഈ സമയം വരെ ജീവൻ നൽകി അല്ലാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് മാതൃകാ വനിത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ കണ്ടതാണ്. അധ്യക്ഷ പ്രസംഗം നടത്തിയ ആയിഷ ഉത്താത്ത പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു. യാ അയ്യുഹല്ലദീന ആമനു, അവർ ഓതിയ വചനം നിങ്ങൾ മനസ്സിലാക്കണം. സത്യവിശ്വാസിനികളെ, നിങ്ങൾ ആരും തന്നെ മുസ്ലിം അല്ലാതെ മരിച്ചു പോകരുത് എന്നാണ് അധ്യക്ഷയുടെ ആ ഉപദേശം. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതാണ്. അധ്യക്ഷ ആരാണെന്നും എത്രയാണ് പഠിച്ചതെന്നും നിങ്ങൾക്കറിയാവുന്നതാണ്. ആ അധ്യക്ഷയുടെ പ്രായവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇത്തരം ഒരു സദസ്സിന് രണ്ടു വാക്ക് സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹം നൽകിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. കാരണം പരിശുദ്ധ ഖുർആന്റെ വചനം പഠിക്കാൻ വേണ്ടി ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആദ്യം മുതൽ ഇന്നേ വരെ ദാറുസ്സലാമിൽ പഠിക്കാൻ വരുന്ന ഒരു പഠിതാവാണ് ആയിഷ ഉത്താത്ത. അവരാണ് നമ്മുടെ ഈ മഹത്തായ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പ്രായത്തിന് യാതൊരു കണക്കുമില്ല എന്ന് തെളിയിക്കുകയാണ് ഇന്ന് അവർ ഇവിടെ ചെയ്തത്. അതിന് പ്രത്യേകമായ പ്രായമില്ല എന്ന് നമ്മെ ഏവരെയും ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഉടമകളായ, അതിന്റെ അവകാശികളായ, അത് കൊണ്ടു നടക്കേണ്ട ആൾക്കാരായ ഞാനും നിങ്ങളും ആദ്യമായി അംഗീകരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പരിശുദ്ധ ഖുർആന്റെ ക്ലാസ് എവിടെയുണ്ടോ അതിലേക്ക് നമ്മൾ പോവുക. ആ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം നമ്മിലേക്ക് ആവഹിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സത്യവിശ്വാസിയായിക്കൊണ്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകാ വനിതയായി പരിശുദ്ധ ഖുർആൻ ചിത്രീകരിച്ച വാചകം നിങ്ങൾ ഓർക്കണം. ضربallahu مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ഈ ലോകത്ത് ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി എന്നറിയപ്പെടുന്നവരെയാകുന്നു ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും മാതൃകയായി അല്ലാഹു ഉദാഹരിച്ചു തന്നത്. നാം മനസ്സിലാക്കണം, ലോകത്ത് ജീവിക്കുന്ന ആദ്യം മുതൽ ഇന്നേ വരെയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സത്യവിശ്വാസിനികൾക്കും വിശ്വാസികൾക്കും മാതൃകയായി അല്ലാഹു ഉപമിച്ചത് ഒരു സ്ത്രീയെയാകുന്നു. ആ സ്ത്രീയുടെ പേരാണ് ആസിയ ബീവി. അവര് രാജാവിന്റെ ഭാര്യയാണ്. ഒരു രാജ്ഞിയായി രാജ്യത്തിരിക്കേണ്ടവരാണവർ. എന്നിട്ടും അവർ എന്തുകൊണ്ട് ഷഹീദായി എന്നുള്ളതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച മാതൃകാ വനിത, സത്യവിശ്വാസികൾക്ക് മാതൃകയായ വനിത. അവരുടെ ഭർത്താവ് ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഫിർഔൻ ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന, പെൺകുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഫറോവ പറയുന്നു അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന്. എന്നാൽ ആസിയ ബീവി പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ റബ്ബ് എന്നെയും നിങ്ങളെയും പടച്ച റബ്ബാണ് എന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രതിസന്ധിയുമില്ല.
അതിന്റെ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ തടസ്സമില്ല. നമ്മുടെ കുടുംബം അതിന് തയ്യാറാണ്, നാട്ടുകാർ തയ്യാറാണ്, രാജ്യം തന്നെ അതിന് അനുവാദം തന്നതാണ്. തന്റെ വിശ്വാസം, തന്റെ ആദർശം, തന്റെ ജീവിതരേഖ എവിടെയും തുറന്നു കാട്ടുവാനും വരച്ചു കാട്ടുവാനും അനുവാദം തരുന്ന ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇത്രയും അനുഗ്രഹം ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചിലവഴിച്ചു എന്ന് നമ്മളൊന്ന് ഓരോരുത്തരും ആത്മീയമായ ഒരു പരിശോധന നടത്തണം. ആസിയ ബീവി ചെയ്ത കാര്യം നിങ്ങൾ ഓർക്കണം. സ്വന്തം ജീവൻ ബലി കൊടുക്കുകയാണവർ. എന്തിനു വേണ്ടി? അള്ളാഹു ഏകനാണ് എന്ന് ശാപാക്രമിയായ ഭർത്താവിന്റെ മുമ്പിൽ ധൈര്യസമേതം പറയാൻ ധീരത കാണിച്ച ആസിയ ബീവി പറഞ്ഞു, ഈ കൊട്ടാരം എനിക്ക് വേണ്ട, ഇത്തരം ഒരു ഭർത്താവും എനിക്ക് വേണ്ട. പടച്ച തമ്പുരാനെ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് പണിയണമേ. ഫറോവയുടെയും അദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു തരണമേ. അക്രമികളായ ഫറോവയുടെ കിങ്കരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും എന്നെ നീ രക്ഷിച്ചു തരണമേ. നിന്റെ സ്വർഗത്തിൽ ഒരു വീട് മാത്രം മതി എനിക്ക്, ഇഹലോകത്തൊരു ജീവിതം എനിക്കിനി വേണ്ട എന്ന് പ്രഖ്യാപിച്ച മഹതിയാണ് ആസിയ ബീവി. ആ ആസിയ ബീവിയുടെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിയപ്പോൾ ആ പരിശുദ്ധമായ ഖുർആനിലൂടെ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം പ്രവാചകന് പഠിപ്പിക്കുകയാണ്. പ്രവാചകരെ, ഇങ്ങനെ ഒരു വനിത ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, അവരാണ് ഈ ലോകത്തിന്റെ മാതൃക. അവരുടെ മാതൃകയാണ് നിങ്ങളും നിങ്ങളുടെ സമൂഹത്തിലുള്ള പുരുഷന്മാരും സ്ത്രീ സമൂഹം സത്യവിശ്വാസികളായി ജീവിക്കാൻ തയ്യാറായവർ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് ഇന്ന് സ്ത്രീ സമൂഹമായ നമ്മൾ പിന്നോട്ട് പോയത്. എന്തുകൊണ്ടാണതെന്ന് പറയാൻ കാരണം, എന്തുകൊണ്ടെന്നാണ് അത് അങ്ങനെ ആയത് എന്ന് നാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും അറിയാം, തന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഇന്ന് സ്ത്രീ സമൂഹത്തിന് പ്രയാസമാണ്. എന്തൊരു പ്രയാസം വന്നാലും, ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും, എന്ത് കുടുക്കങ്ങൾ വന്നാലും ശരി, നമ്മുടെ കഴിവിന്റെ പരമാവധി അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിധേന ഒക്കെ ഒന്ന് കുറയ്ക്കൊന്ന് സമാധാനിച്ച് അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അപ്പൊ അതിനൊരു പ്രതിഫലവും കാണുന്നില്ല എങ്കിൽ അപ്പോഴാണ് തന്റെ വിശ്വാസം തന്നിൽ നിന്ന് അകന്നു പോകുന്നത്. അത് നമ്മൾ അറിയാതെ പോകുന്ന ഒന്നല്ല, സ്വന്തം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും അവനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ച് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ നിങ്ങൾ നേരത്തെ കേട്ടു അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിച്ച പ്രസംഗം. ആ പാട്ടുകൾ നമ്മുടെ പൂർവികന്മാരായ ആൾക്കാർ പാടിയ പാട്ടുകളും രചിച്ച പാട്ടുകളും ഇന്നും നമ്മുടെ അയൽപക്കത്തും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാർ അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുമാണ്. ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ആ പ്രാർത്ഥനയ്ക്ക് എതിരാണ് ആസിയ ബീവി നിന്നത്. ആ ആസിയ ബീവിയുടെ ചരിത്രം നാം ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തണം. നിങ്ങൾക്കറിയുമല്ലോ, ഉമ്മു ഹൈസമിന്റെ അബൂ തൽഹ വിവാഹം അന്വേഷിച്ച് ചെല്ലുന്ന സഹാബി വനിതയുടെ അടുക്കലേക്ക്. അബൂ തൽഹ എന്ന് പറഞ്ഞാൽ രാജ്യത്ത്, അറബ് രാജ്യത്തെ ഏറ്റവും പ്രൗഢിയും പണക്കാരനും സുമുഖനും സുശീലനുമായ അദ്ദേഹം രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടി ഒരു സഹാബി വനിതയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവര് പറയുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ചു വരുമ്പോൾ മാത്രമേ എനിക്ക് വിവാഹത്തിന് സമ്മതമുള്ളൂ എന്ന്. നമ്മളാണെങ്കിലോ ഒരു കുട്ടികൾക്കൊരു വിവാഹം വന്നാൽ അവൻ മുസ്ലിമാണോ എന്നോ അല്ലെങ്കിൽ അവൻ മുശ്രിക്കാണോ എന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അത് ഏത് ജാതിയിൽ പിറന്നാലും ഏത് കൂട്ടത്തിലുള്ളവരായാലും ശരി, അവൻ മുഅ്മിനാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. ബാക്കിയെല്ലാം നമ്മൾ അന്വേഷിക്കും. വീടുണ്ടോ എന്ന് അന്വേഷിക്കും, വാപ്പയുണ്ടോ അന്വേഷിക്കും, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും, എല്ലാതും അന്വേഷിക്കും. പക്ഷേ അവൻ നമസ്കരിക്കാറുണ്ടോ, അവനൊരു തൗഹീദ് ഉൾക്കൊണ്ടവനാണോ, അവൻ ദീനിയാണോ എന്നൊരു കാര്യം നമ്മൾ അന്വേഷിക്കാറില്ല. അവനെന്താണ് വേണ്ടത് എന്ന് നമ്മൾ അന്വേഷിക്കും. 1 ലക്ഷമാണോ വേണ്ടത്, 2 ലക്ഷമാണോ വേണ്ടത്, വേണ്ടതെല്ലാം നമ്മൾ തയ്യാറാക്കി കൊടുക്കും. എന്നാൽ അതല്ല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ സഹാബ വനിതകളുടെ മാതൃക. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് വീട് ഒരിക്കലും കല്യാണം കഴിക്കാത്ത അബൂ തൽഹ വിവാഹം അന്വേഷിക്കുമ്പോൾ പണക്കാരനായ സുമുഖനായ സുശീലനായ അബൂ തൽഹയുടെ കല്യാണാന്വേഷണത്തിൽ ആ സഹാബി വനിത നിബന്ധന വെക്കുന്നത് ഒന്നാണ്, താങ്കൾ മുസ്ലിമായി മുഅ്മിനായി വരിക, അപ്പോൾ മാത്രമേ കല്യാണാന്വേഷണമുള്ളൂ എന്ന്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണുന്ന ഓരോരോ വനിതകളും അവരുടെ ജീവൻ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് തന്റെ ജീവന്, തന്റെ ശരീരത്തിന് നരകശിക്ഷയിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ നമ്മളാണെങ്കിലോ നമ്മൾക്കതല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഒരു കാര്യത്തിൽ നമ്മൾ പിന്നിലല്ല, മറിച്ച് ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ പിന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെയധികം താക്കീതോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും തന്നെ അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ഒരാളും തന്നെ പിന്നിലേക്ക് പോകുവാൻ ഒരവസരവും പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ടില്ല. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. സത്യവിശ്വാസിനികളായ വിശ്വാസിനികളായ സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പരം മിത്രങ്ങളാണ്. അവർക്ക് രണ്ടു കൂട്ടർക്കും നിർബന്ധമായിട്ടും അവകാശമുണ്ട്, ബാധ്യതയുണ്ട്. എന്ത്? യഅ്മുറൂന ബിൽ മഅറൂഫി, ലോക സമൂഹത്തിന് നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനുള്ള ബാധ്യത. 10 പ്രസവിച്ച ഉമ്മയാണെങ്കിൽ ശരി, അവർക്കും അവരുടെ മേഖലയിൽ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുവാനുള്ള അവസരമുണ്ട്. മാത്രമല്ല അതിനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. ഇന്നത്തെ ഈ ലോകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുകളുള്ള സ്ത്രീ സമൂഹത്തിനാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന രക്ഷിതാക്കളാണ് ഇന്ന് ഭൂരിപക്ഷം രക്ഷിതാക്കളും. ഒരൊറ്റ വീട്ടിലും ഇന്നിവിടെ പുരുഷന്മാരുടെ സദസ്സ് കുറവും സ്ത്രീകളുടെ സദസ്സ് കൂടാനുള്ള കാരണം എന്താണ്? ഒരു വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരും ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും ഉണ്ട്, പക്ഷേ ആ വീട്ടിൽ ആണുങ്ങളില്ല. ആ വീട്ടിലെ ആണുങ്ങൾ വിദേശത്ത് ആ കുടുംബത്തിന്റെ വയറ് കഴിയാൻ വേണ്ടി ജോലി ചെയ്യാൻ പോയവരാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഒരുപാട് ബാധ്യതകളുണ്ട് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഒരു മാതൃകാ വനിതയായി നമ്മൾ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആദ്യമായി നാം നമ്മുടെ നെഞ്ചിലേറ്റുക. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഖുർആൻ പഠിക്കാതെ അള്ളാന്റെ മുമ്പിൽ ചെന്ന് പരലോകത്ത് വിചാരണ കെടുക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാകുമെന്ന് ആരും തന്നെ വിചാരിക്കണ്ട. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം അതാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് 2 കണ്ണും 2 ചുണ്ടുകളും 1 നാവും ഞാൻ നിനക്ക് തന്നില്ലേ എന്നാണ്. പുരുഷനെ പോലെ 2 കണ്ണ് നിനക്ക് മുഖത്തില്ലേ? അതുപോലെ തന്നെ 2 ചുണ്ടില്ലേ? 1 നാവും ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ അമലില്ലാതെ വന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളും കുട്ടികളെ നോക്കലായിരുന്നു എന്നോ വീട് നന്നാക്കലായിരുന്നു എന്നോ പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഒരു ചക്കിന് ചുറ്റും തിരിയുന്ന ഒരു കാളയുടെ അവസ്ഥയാണ്. നേരം പുലരുന്നു, എഴുന്നേൽക്കുന്നു, രാവിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നു, ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നു, വൈകുന്നേരത്തുള്ള ഭക്ഷണം തയ്യാറാക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും രാവിലെ ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, രാത്രി ഭക്ഷണം, അല്ലേ? ഇങ്ങനെ റൊട്ടേഷൻ, ഒരു റൗണ്ടിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സ്ത്രീ സമൂഹത്തിനുള്ളതാണ്. തീർച്ചയായിട്ടും ആരും തന്നെ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീക്ക് സ്വർഗം കിട്ടാൻ വളരെ എളുപ്പമാണെന്നാണ്. കാരണം തന്റെ മാതാപിതാക്കൾക്കും തന്റെ കുട്ടികൾക്കും തന്റെ ഭർത്താവിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അവരുടെ ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കലും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കലും ഒരു സ്വാലിഹായ പെണ്ണിന്റെ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്, ഒരു സ്വാലിഹായ പെണ്ണിന്റെ അമലുകളിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം തന്നെ പുണ്യമുള്ള കാര്യങ്ങളാണ്. ഈ പുണ്യങ്ങൾ നാം ചെയ്യുന്നത് തന്റെ മാതാപിതാക്കൾക്ക്, തന്റെ കുടുംബത്തിന്, തന്റെ കുട്ടികൾക്ക് മാത്രമാണ്. എന്നാൽ നാം ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടപ്പാടുകൾ ഞാൻ വീട്ടിയിട്ടുണ്ടോ എന്ന്. അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുത്താൽ എഴുന്നേറ്റ് നമ്മൾ ചെയ്തു കൂട്ടുന്ന കടമ അള്ളാഹുവിനോടുള്ള കടമയാണ്. ആ കടമ നിറവേറ്റാതെ നിങ്ങൾ ആരും തന്നെ അടുക്കളയിലേക്ക് വരേണ്ടതില്ല. അള്ളാഹുവിനോടുള്ള കടമയാണ് നമ്മൾ ആദ്യമായി നിറവേറ്റേണ്ടത്. നമ്മൾ കുട്ടികൾ കരയും, ഭർത്താക്കന്മാർക്ക് പ്രയാസമുണ്ടാകുമെന്ന് വിചാരിച്ച് നമസ്കാരവും ഖുർആനോത്തും എല്ലാം നീക്കി വെച്ചുകൊണ്ട് തന്റെ മറ്റുള്ള കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കലാണ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് അല്പം കഷ്ടപ്പെടണം. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിനടുക്കൽ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുകൾ ധാരാളമുണ്ട്. ആ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അതാണ് അള്ളാഹു പറഞ്ഞത്, അൽ മറത്തു സ്വാലിഹ, സ്വാലിഹായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ മറത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞത് കത്താജിൽ മുറവ്വഹ മിന ദഹബി എന്നാണ്. ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ ആ സ്ത്രീ, ഒരു സ്വാലിഹായ സ്ത്രീ, ഒരു തിളങ്ങി മിന്നുന്ന കത്താജിൽ മുറവ്വഹ മിന ദഹബി,
സ്വർണത്താൽ പണിതീർത്ത പ്രകാശിക്കുന്ന ഒരു കിരീടം പോലെയാകുന്നു. ഒരു രാജാവിന്റെ തലയിലിരിക്കുന്ന കിരീടം ഏത് രൂപത്തിൽ സദസ്സിൽ തിളങ്ങുന്നുവോ ആ രൂപത്തിൽ ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഒരു കിരീടമാണ് എന്നാണ്. അത്രമാത്രം സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ആ കിരീടം ഏതുപോലെ തിളങ്ങുന്നുവോ അതുപോലെ തിളങ്ങുന്ന ഒന്നാണത്രേ ഒരു സ്ത്രീ. ഒരു സ്ത്രീക്ക് അത്രമാത്രം സ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ നൽകി. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവന് സ്വർഗമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ, മാതാപിതാക്കളുടെ കടമകൾ നിർവഹിച്ചു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാവിധ അവരെ മരണം വരെ സംരക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു പുരുഷനോടും ഏതൊരു സ്ത്രീയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്തിനെ? സ്വർഗത്തിന് വേണ്ടി. ഇതെല്ലാം തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്ര എന്നുള്ള പദം നമ്മൾക്ക് ഏവർക്കും അറിയുന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരു സമൂഹത്തിന്റെ നന്മ ഒരു കുടുംബത്തിന്റെ നന്മയാണ്. അപ്പൊ നമ്മുടെ പ്രമേയം തന്നെ അതാണ്, ഒരു കുടുംബത്തിലൂടെ എന്നാണ്. ധാർമ്മികതയുടെ വീണ്ടെടുപ്പ് കുടുംബങ്ങളിലൂടെ. ഒരു ധാർമ്മികതയുടെ അവസ്ഥ ഉണ്ടാക്കൽ ഒരു മാതാവാണ്. ഒരു മാതാവ് വെച്ചു വളർത്തുന്ന കുട്ടികൾക്ക് ദീനടിസ്ഥാനത്തിൽ അവളെ വളർത്തലും അവർക്ക് പാലൂട്ടുന്നതോടൊപ്പം അവർക്കുള്ള ദീനും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം അവർക്കുള്ള ദീനും, അവർക്ക് വസ്ത്രം നൽകുന്നതും ദീനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വസ്ത്രങ്ങളും ഒക്കെയാകുമ്പോൾ ആ കുട്ടിയെ വളർത്തുന്നത് മുഴുവനായിട്ട് ഒരു ദീനടിസ്ഥാനത്തിലാണ്. ഇതിന്റെ ചുമതല മുഴുവനുമുള്ളത് ഒരു സ്ത്രീക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്ര എന്ന് പറയാനുള്ള കാരണം. ഒരു കുടുംബത്തിന്റെ നന്മ, ഒരു സമൂഹത്തിന്റെ നന്മ ഒരു കുടുംബത്തിന്റെ നന്മയാണ്. ആ കുടുംബത്തിന്റെ നാഥൻ ഒരു ഉമ്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ എന്ന്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരിയല്ല എന്നാണ്. അവൾ ഒരു ഭരണാധികാരിയാണ്. ഫീ ബൈതി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ. താൻ താമസിക്കുന്ന, താൻ അടങ്ങുന്ന കുടുംബങ്ങളുള്ള ഒരു വീട്ടിൽ താൻ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് എന്ന് ഓരോരോ ഉമ്മമാരും മനസ്സിലാക്കണം. താൻ ഒരു പുറംപോക്കിലിരിക്കുന്ന ഇരിക്കേണ്ടുന്ന ആളല്ല. ആ വീട്ടിലെ മുഴുവൻ വരവ് ചെലവ് കാര്യങ്ങളും, ആ വീട്ടിലെ ഭക്ഷണ കാര്യങ്ങൾ, ആ വീട്ടിലെ അംഗങ്ങളുടെ കാര്യങ്ങൾ, ആ കുട്ടികളുടെ വസ്ത്രകാര്യങ്ങൾ, മരുമക്കളാകട്ടെ മക്കളാകട്ടെ ആരൊക്കെയുണ്ടോ അവരുടെ ഭക്ഷണ കാര്യങ്ങളെ ആ കാര്യങ്ങളുടെയും നിയന്ത്രണം എന്റെ കയ്യിലാണ്. മാത്രമല്ല അവളുടെ ഭരണത്തെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ് എന്ന്. ആ ചോദ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്തൊന്ന് ചെയ്താലും അതിന്റെ ചോദ്യം അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം സ്ത്രീ സമൂഹമാകുന്ന ഞാനും നിങ്ങളും ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ലോ, അൽ മർഅതു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇദാ സ്വല്ലത്ത് ഖംസഹ, അവൾ 5 വഖത്ത് നമസ്കരിക്കുകയും വസ്വാമത്ത് ശഹ്റഹ, റമളാൻ മാസത്തിൽ അവൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വഅഹ്സനത്ത് ഫർജഹ, അവളുടെ ശരീരം കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ, വതഅത്ത് ബഅലഹ, അവളെ വിവാഹം ചെയ്ത ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ദഖലത്തിൽ ജന്ന, അവൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. ഫി അയ്യി ശാഇ വഅയ്യി ബാബിൻ മാ ശാഅത്ത്, അവൾ ഉദ്ദേശിച്ചതിലൂടെ. നാം മനസ്സിലാക്കണം, ഈ യോഗത്തിൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു മാതൃകാ വനിതയുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടുന്ന് പോകാവൂ. ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിലും ഈ 4 വചനം, ഹദീസിലെ ഈ 4 വചനം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആരായിരിക്കണം? ഞാനൊരു 5 വഖത്ത് നമസ്കരിക്കുന്ന സ്ത്രീ ആയിരിക്കണം, നിർബന്ധമാണത്. എനിക്ക് നിർബന്ധമാവും സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ നാം അനുഷ്ഠിക്കണം, നോമ്പനുഷ്ഠിക്കണം. മൂന്നാമതായി പറഞ്ഞ എന്റെ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിക്കണം. എന്നെ വിവാഹം ചെയ്ത ഭർത്താവിനോടൊപ്പമല്ലാതെ ഒരു വിധത്തിലുള്ള ഒരു ബന്ധങ്ങൾക്കും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശാരീരികമായ ഒരു ബന്ധത്തിനും അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളൊരു ബോധം ഏതൊരു വളരുന്ന കുട്ടിക്കും, ഏത് പ്രായമായ ഉമ്മാക്കും, ഏത് 2-3 കുട്ടികളുടെ പെണ്ണിനും നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. അതേപോലെ തന്നെ എന്നെ വിവാഹം ചെയ്ത ഭർത്താവിനെ ഞാൻ അനുസരിക്കണം. ഈ 4 കാര്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേ മതിയാവൂ. നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ, ഒരു മുഅ്മിനാകണമെങ്കിൽ, നമ്മളൊരു കുടുംബത്തിലെ മാതൃകയാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച 5 വഖത്ത് നമസ്കാരവും നോമ്പനുഷ്ഠിക്കലും ശരീരം കാത്തു സൂക്ഷിക്കലും ഭർത്താവിനെ അനുസരിക്കലും, ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് നമുക്ക് പേടിയില്ലാതെ, പ്രശ്നമില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഫി അയ്യി ശാഇൻ വ അയ്യി ബാബിൻ മാ ശാഅത്ത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ഏതൊരു കവാടങ്ങളിലൂടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കവാടത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന്. പരിശുദ്ധ ഖുർആൻ
വിശദീകരിച്ചു തന്നു. അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബ്. സ്വാലിഹായ സ്ത്രീകൾ മാതൃകകളാണ്. ആ സ്ത്രീകൾ അവിടെ ലക്ഷണമാണ് പറയുന്നത്. ഫസ്വാലിഹാത്തു, അവർ ഖാനിതാത്തുൻ, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഹാഫിളാത്തുൻ ലിൽ ഗൈബ് ബിമാ ഹഫിദല്ലാഹ്, ലോകരക്ഷിതാവായ റബ്ബ് അവിടെ ശരീരം കാത്തു സൂക്ഷിക്കുവാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഔറത്ത് മറച്ച് നടക്കുവാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തലയും മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മറച്ച് നടക്കുന്ന ഭയഭക്തിയുള്ള സ്ത്രീയാകുന്നു ഒരു സ്വാലിഹായ സ്ത്രീ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുകയാണ്. മൂന്നാമതായി പറഞ്ഞതാണ് ഹാഫിളാത്തുൽ ഗൈബ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരെ വിവാഹം ചെയ്ത ഭർത്താക്കന്മാരുടെ അടുക്കലല്ലാതെ അവർക്ക് യാതൊരു സ്നേഹബന്ധങ്ങളും പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെയാകുന്നു ഹാഫിളാത്തുൽ ഗൈബ് എന്ന് പറയുന്നത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധം വിവാഹം ചെയ്ത ഒരുത്തന്റെ കൂടെയല്ലാതെ ആർക്കും തന്നെ പങ്കിടാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിയമമാണ്. ആ നിയമം പാലിക്കുന്നവരാണത്രേ സ്വാലിഹായ ആൾക്കാർ എന്ന്, സ്വാലിഹത്തായ സ്ത്രീകൾ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. ഒരു മാതൃകയായി ജീവിക്കേണ്ടുന്ന ഞാനും നിങ്ങളും, സ്വന്തം ശരീരം പോലും കാത്തു സൂക്ഷിക്കാൻ ഈമാനില്ലാത്ത ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നാൽ എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടുക? സ്വന്തം ശരീരം, നിങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വനിതകളെ, ഉമ്മു അമ്മാറ പോലെയുള്ള സഹാബി വനിതകൾ യുദ്ധരംഗത്തിറങ്ങിയവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം കള്ളപ്രവാചകനായി ചമഞ്ഞ കദ്ദാബുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനായി വന്ന് ഞാനും പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല വാക്കുകളും ഉരുവിട്ടുകൊണ്ട് നാട്ടിലൂടെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് നടന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനായിക്കൊണ്ട് ചമഞ്ഞു നടന്ന ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഉമ്മു അമ്മാറ എന്ന് പറയുന്ന മഹദി വാളൂരി പിടിച്ചുകൊണ്ട് ചോദിച്ച് ഗർജിച്ച് നടന്ന ശബ്ദം ഓരോരോ ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ അവൻ? പ്രവാചകനാണെന്ന് വാദിച്ച കള്ളപ്രവാചകനായി ചമഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ് എവിടെ? അദ്ദേഹത്തിന്റെ തല ഞാൻ അറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മു അമ്മാറ എന്ന് പറയുന്ന സഹാബി വനിതയാണ് ആ ഘാതകനെ കൊല്ലാൻ നടന്നത് എന്നാണ്. നമ്മൾക്കൊന്നൊരു എലിയെ കണ്ടാൽ പേടിക്കുന്നവരാണ് നമ്മളൊക്കെ. ദീനിന്റെ കാര്യത്തിൽ പ്രവാചകനെതിരെ കള്ളപ്രവാചകനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് അയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകത്വം ചമഞ്ഞു നടന്ന ആ വ്യക്തിയെ കൊല്ലാൻ പോലും സദസ്സിലിറങ്ങിയത്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്, രണാങ്കണത്തിലേക്ക് വന്നത് ഉമ്മു അമ്മാറയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, യുദ്ധരംഗത്ത് ഞാൻ എങ്ങോട്ട് നോക്കിയാലും, ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഉമ്മ അമ്മാറയാണ് കണ്ടിരുന്നത്. കാരണം എന്താണ്? ശത്രുക്കളോട് എതിരിടാൻ വരെ ധൈര്യം കാണിച്ചത് സഹാബി വനിതകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമല്ലോ ഹൻസാന്റെ ചരിത്രം. 4 മക്കളെ അള്ളാഹുവിന്റെ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഈ ഭൂമിയിൽ ഉറപ്പിക്കാൻ വേണ്ടി 4 മക്കളും യുദ്ധത്തിൽ ഷഹീദായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം, അവരുടെ ഷഹീദാകൽ കൊണ്ട് ലോകരക്ഷിതാവായ നാഥ എന്നെ നീ ശറഫുറ്റതാക്കിയല്ലോ, എനിക്ക് നീ മഹത്വം നൽകിയല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ഹൻസ റളിയല്ലാഹു അൻഹ. ഓർക്കണം നമ്മൾ സംഭവങ്ങൾ. ചരിത്രത്തിന്റെ ഓരോരോ സഹാബി വനിതകളുടെയും ജീവിതം നോക്കിയാൽ നമ്മൾ എവിടെയാണ്, അവരെവിടെയാണ്? അവർ പോകുന്ന സ്വർഗമല്ലേ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന സ്വർഗം? പ്രസവിച്ചു വീണ സ്വന്തം കുഞ്ഞിനെ പ്രവാചകന്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവാചകരെ ഇവരെ യുദ്ധത്തിന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഇവരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നത്? പ്രസവിച്ചിട്ട് കുറച്ച് നാളുകൾ മാത്രം പ്രായമായ ചോര പൈതലിനെ കൊണ്ട് എങ്ങനെ യുദ്ധത്തിന് പോകുമെന്ന്. പക്ഷേ ആ സഹാബ വനിത പോന്നില്ല, തിരിച്ചു പോന്നില്ല. അവർ പ്രവാചകനോട് പറഞ്ഞ വാചകം നമ്മൾ ഓർക്കണം. പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിലേക്ക് അമ്പ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസവിച്ച ഈ ചോരക്കുഞ്ഞിനെ ഒരു മറയായിട്ടെങ്കിലും താങ്കൾക്ക് ഉപയോഗിച്ചുകൂടെ? ഈ കുഞ്ഞിനെ നിങ്ങൾ യുദ്ധത്തിന് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടവരുടെ ചരിത്രമാകുന്നു ഇസ്ലാമിന്റെ ചരിത്രം. അവരാകുന്നു നമ്മുടെ മാതൃകകൾ. ഇന്ന് ദീനിന് വേണ്ടി ഒന്നും വേണം, നമ്മുടെ സംഘടനയുടെ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ എത്ര പേരെന്നാണ് നമ്മൾ റോട്ടിലേക്ക് ഇറക്കാറുള്ളത്? നമ്മൾ എന്താ പറയല്? അത് 2 കൂട്ടരും കൂടി തർക്കാണ്. ഉമ്മാന്റെ കുട്ടിയാണ് പോകണ്ട എന്നല്ലേ? ഞാനും നിങ്ങൾ കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പറയും ഉമ്മാന്റെ കുട്ടിയാണ് പോകണ്ട, ഈ ഇരുട്ടിനവിടെ പോയി ഓലെ തിരക്കൂടാന്ന്, ആരോ ഒട്ടിക്കട്ടെ, ആരോ പോട്ടെ, ആരെങ്കിലും പ്രസംഗിച്ചോട്ടെ എന്ന്. പക്ഷേ അതല്ല ദീന്. നിങ്ങൾക്കും എനിക്കും നിർബന്ധമായിട്ടും അല്ലാഹു സുബ്ഹാനഹു
പറഞ്ഞു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് സമൂഹം ഉണ്ടാവുക തന്നെ ചെയ്യണം. ഞാനും നിങ്ങളും പ്രസവിച്ച കുഞ്ഞുങ്ങൾ ഈ ലോകത്തൊരു സമൂഹം ഉണ്ടാകണം. എന്തിന്? അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുവാൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ, ആ ദീന് കേൾക്കാൻ, ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ. അതടിസ്ഥാനത്തിൽ ഒരു സമൂഹം അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആൻ നിലനിർത്താൻ, പരിശുദ്ധ ഖുർആൻ ഈ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം, ഏക ഗ്രന്ഥം അതൊന്ന് മാത്രമാണ്. ഇതിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ആ ദീനെ നിലനിർത്താൻ ഞാനും നിങ്ങളും പ്രസവിച്ച മക്കളാണ് ഈ ലോകത്തിന്റെ ആവശ്യം. നമ്മുടെ മക്കളെ, അങ്ങനെ ഒരു സമൂഹത്തെ ഞാൻ നിങ്ങളും വാർത്തെടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഒരു വാഗ്ദാനം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നത്? അല്ലാഹ് ചോദിച്ചു, അഫാസിബതും അന്നമാ ഖലഖനാകും അബത വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലയോ സ്ത്രീ സമൂഹമേ, പുരുഷ സമൂഹമേ, നിങ്ങളെ ഞാൻ പടച്ചു വിട്ടത് വെറുതെ പടച്ചു വിട്ടതാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ലേ? നിങ്ങൾ ആരും തന്നെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവരല്ലേ? ഞാൻ നിങ്ങളും എന്റെ കുട്ടികൾ, എന്റെ കുടുംബം എന്ന് വെച്ച് വീടിന്റെ വലിപ്പവും കുടുംബത്തിന്റെ സൗന്ദര്യവും ജോലിയുടെ വലിപ്പവും പറഞ്ഞ് വീട്ടിലിരിക്കാൻ വേണ്ടി മാത്രം പടച്ചു വിട്ടതാണോ അള്ളാഹു നമ്മളെ എന്ന് അള്ളയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ലേ? നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിയെ, മനുഷ്യന്റെ പ്രകൃതിയെ ദീൻ ഉൾക്കൊള്ളാൻ പാകപ്പെടുത്തിയ രീതിയിലാവുന്നു അള്ളാഹു ദീനിനെ നൽകിയിട്ടുള്ളത്. ദീൻ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസപ്പെടുത്താൻ വേണ്ടി നൽകിയതല്ല. നിങ്ങൾ ഒരു തലയിൽ തട്ടമിടുമ്പോഴേക്കും, നിങ്ങളുടെ മുൻകൈയും മുഖവും ഒന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കുമ്പോഴേക്കും നിങ്ങൾക്ക് യാതൊരു പ്രയാസവും നേടുന്നില്ല. അത് നിങ്ങൾക്ക് സംരക്ഷണമാണ് നൽകുന്നത്. നിങ്ങൾ മുഖമക്കനെയും മുഖവും ഉൾക്കൈയും ധരിക്കുന്നത് നിങ്ങൾക്ക് സംരക്ഷണമാണ്, നിങ്ങൾക്ക് പവിത്രതയാണ്, നിങ്ങൾക്ക് മാന്യതയാണ് നൽകുന്നത്. നിങ്ങൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാണ്. ആ നമസ്കാരം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഫീ ജന്നാത്തിൻ യതസാഅലൂന അനിൽ മുജ്രിമീൻ. കുറ്റവാളികളായ ജനങ്ങളെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോയ ആൾക്കാർ ചോദിക്കുമത്രേ, മാ സലകകും ഫീ സഖർ, എന്താണ് നിങ്ങളൊക്കെ നരകാഗ്നിയിൽ പെട്ടുപോകാൻ കാരണമെന്ന്. ഖാലു, അവർ പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഒരു കഷ്ടപ്പാട് തീർക്കാൻ, അവനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവന് രോഗം വന്നപ്പോൾ ചികിത്സ കൊടുക്കാൻ, അവന് പഠിക്കാൻ ഒരു 10 രൂപ കൊടുക്കാൻ ഞങ്ങൾ അതിന് യാതൊരു പ്രേരണയും നൽകിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ താക്കീതോടുകൂടെ എന്നോട് നിങ്ങളോടുമാണ് പറയുന്നത്. ഇതിൽ നിന്ന് സ്ത്രീകൾ ഒഴിവും പുരുഷന്മാർ മാത്രം ബാധവുമല്ല. ഖുർആന്റെ നിയമം സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞ നിയമങ്ങൾ വേറെയാണ്. ഒരു ഇരിക്കേണ്ട കാര്യം, നമസ്കാരങ്ങൾ ഒഴിവാക്കേണ്ട സമയത്തിന്റെ കാര്യം, വസ്ത്രത്തിന്റെ കാര്യം, സാക്ഷി നിൽക്കേണ്ട കാര്യം, ഈ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സ്ത്രീക്കും പുരുഷനെ പോലെ ബാധ്യതയുള്ളതും കടമയുള്ളതുമാകുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീ സമൂഹമാകുന്ന നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര തന്നെ ദഅവത്ത് നടത്തിയാലും പിന്നിലിരിക്കുന്നവർ സ്ത്രീകളാണ് എന്ന് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരൊറ്റ വഖ്ത് നമസ്കാരവും ഒന്നൊന്നിനോട് നീക്കി വെക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പടച്ചവൻ അത് പറഞ്ഞിട്ടേയില്ല. ഇന്ന സ്വലാത്ത കാനത ലിൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നാണ് ഖുർആന്റെ ഭാഷ്യം. അല്ലാഹു പറയുന്നത്, നമസ്കാരം എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നിങ്ങൾ സത്യവിശ്വാസികളാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങളുടെ കൽബിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് 5 സമയത്ത് നിങ്ങൾ നമസ്കരിക്കലാണ്. അതിന്റെ സമയത്തിന് നീക്കുപോക്കില്ല. സുബഹിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിന്റെ സമയം. ളുഹറിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിന്റെ സമയം. അസ്റിന് ബാങ്ക് കൊടുത്താൽ അതാണ് അതിന്റെ സമയം. മഗ്രിബിന് കൊടുത്താൽ അതാണ് അതിന്റെ സമയം. ഇശാക്ക് ബാങ്ക് കൊടുത്താൽ അതാണ് അതിന്റെ സമയം. ആ സമയങ്ങൾ ഇന്ന സ്വലാത്ത കാനത ലിൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും 5 വഖ്ത് നിങ്ങൾ നമസ്കരിക്കണം. അതൊരിക്കലും കളാ വീട്ടാൻ വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ, ഞാൻ പ്രസംഗിക്കാൻ പോണ സ്ഥലങ്ങളിലൊക്കെ പലരും പറയാറുണ്ട്, കളാ വീട്ടിക്കൂടെ എന്ന്. കളാ വീട്ടുക എന്നൊരു പരിപാടി ഇസ്ലാമിലില്ല. ഈ നമസ്കാരം കളാ വീട്ടലില്ല. നേരെ മറിച്ച് നോമ്പാണെങ്കിൽ, ഒരു വർഷത്തെ നോമ്പ് നോൽക്കാൻ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫിദിയ കൊടുക്കുകയോ അതല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ നോറ്റ് വീട്ടുകയോ ചെയ്യാം. എന്നാൽ നമസ്കാരം അങ്ങനെ നീക്കിവെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, മാതൃകയായ ഒരു വനിതയായ ഒരു മരുമകളായ ഒരു ഉമ്മയായ ഒരു മകളായി ഒരു വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളും ഞാനും ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ 5 വഖ്ത് നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കലാണ്.
എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മളൊക്കെ വസുവാസിന്റെ ആൾക്കാരാണ്. ഒരു മത്സ്യം നന്നാക്കിയാൽ അതല്ലെങ്കിൽ മാംസം നുറുക്കിയാൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്തോ കുളിച്ചിട്ടേ പിന്നെ നമസ്കാരമുള്ളൂ. എന്നാൽ നമസ്കരിക്കൽ കുളിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങൾ അതൊന്നുമല്ല, അത് അതിൻ്റെതായ കാര്യങ്ങൾ വേറെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, വസ്ത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ച് നമസ്കാരത്തിന് സമയം ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല. ആ ഉട്ടെടുത്ത വസ്ത്രം മാറ്റിവെച്ച് വേറെ വസ്ത്രം ധരിച്ച് നമസ്കരിക്കുക, ശേഷം പടിയിലേക്ക് വരിക. അതാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത്. ഒരു മാതൃകയായ സ്ത്രീ അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ 100 വരെ പണി ചെയ്ത് 100ന് കുളിച്ച് അസറാകുമ്പോഴേക്കും ഒക്കെപ്പാടെ കൂട്ടിയെടുക്കേണ്ടുന്ന ഒരു പരിപാടി നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, കൃത്യസമയത്ത് നമസ്കരിക്കുക. അതാകുന്നു മിഫ്താഹുൽ ജന്ന, സ്വർഗമാകുന്ന പൂന്തോപ്പൊന്ന് തുറക്കാൻ നമസ്കാരമാകുന്ന താക്കോല് കൊണ്ടാകണം ഞാനും നിങ്ങളും പോകേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഞാൻ അടങ്ങുന്ന കുടുംബം, ഞാനും നമ്മുടെ മക്കളും നമസ്കരിക്കുന്നവരാകണം. ഞാനൊരു അമ്മായിമ്മയായാലും, ഞാനൊരു മരുമകളായാലും, ഞാനൊരു ഉമ്മയായാലും, ഞാനൊരു മകളായാലും ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീയാകുന്ന ഞാൻ പ്രസവിച്ച മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്നാണ്. ഞാൻ പ്രസവിച്ച മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്നാണ്. ഞാൻ 7 വയസ്സെത്തി കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനോട് നമസ്കാരം കൽപ്പിക്കണം. നമ്മൾ 7 വയസ്സെത്തി ആ നമസ്കാരം നമ്മൾ കുട്ടിയോട് പറയുന്നു, നമ്മുടെ കൂടെ നമസ്കരിപ്പിക്കുന്നു. തെറ്റായാലും ശരിയായാലും കുട്ടി അത് ചെയ്യുന്നു. ആ ശീലം നാം ചെറുപ്പത്തിലെ വളർത്തിയെടുക്കണം. അങ്ങനെ ചെയ്ത് നമ്മുടെ കൂടെ നമസ്കരിപ്പിച്ച് ശീലിപ്പിക്കുമ്പോൾ 10 വയസ്സെത്തിയാൽ നിർബന്ധമായിട്ടും ആ കുട്ടി ചെയ്യും. ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടല്ലോ, അടിക്കാൻ പറഞ്ഞ ഖുർആനിന്റെ ഒരു വിഷയം അതാകുന്നു. നമസ്കാരം ഉപേക്ഷിക്കുന്ന കുട്ടികളെ തല്ലാൻ ആർക്കും അവകാശമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള ഒരൊറ്റ പഠിതാക്കളെയും പ്രവാചകൻ തച്ചിട്ടില്ല, പ്രവാചകൻ ഉപദേശിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ നമസ്കരിക്കാത്ത ഒരാളെ അടിക്കണം, കുട്ടിയെ അടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം നൽകിയ ഒരൊറ്റ രംഗമാകുന്നു നമസ്കരിക്കാത്ത ഒരു കുട്ടിയെ അടിക്കണമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാത്തതിന് ഞാൻ നിങ്ങൾ തൊട്ടതിനൊക്കെ കൊട്ടും കുട്ടികളെ. ആ നിലയും വിലയില്ലാത്ത കൊട്ടുകൊട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കുട്ടികൾ അല്ലാത്ത കാര്യത്തിന് തല്ലാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. കാരണം എന്താണ്? അവർക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, അവർക്ക് പക്വത എത്തിയിട്ടില്ല. നേരെ മറിച്ച് നമസ്കാരത്തിന് അവരോട് കൽപ്പിച്ചാൽ അവരെ ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തെ ഞാനും നിങ്ങളും വാർത്തെടുക്കുകയാണ്. തന്റെ മക്കൾ, തന്റെ കുട്ടികൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരവരുടേതായ വേഷവിധാനം ഏത് രൂപത്തിൽ ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമാണ്. ആൺകുട്ടികളാണെങ്കിലും അവരുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കി നടക്കാൻ തന്റെ ആൺകുട്ടികളെ ഒരൊറ്റ മാതാവ് സമ്മതിക്കാൻ പാടില്ല. ചോദ്യമുള്ളവരാണ് ഞാനും നിങ്ങളും. ആ ആൺമക്കളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കെട്ടിയ ഭർത്താവാണെങ്കിലും അദ്ദേഹത്തിന്റെ പാന്റോ തുണിയോ നിലത്തിലൂടെ അഴിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് ഞാൻ നിങ്ങളും. എന്റെ കാരണം സത്യവിശ്വാസികൾക്ക് നിർബന്ധമുണ്ട് തിന്മ കണ്ടാൽ അത് വിരോധിക്കണം എന്നുള്ളത്. അതുകൊണ്ട് കുടുംബത്തിന്റെ നന്മ എന്റെയും നിങ്ങളുടെയും കയ്യിലാണ്. ആ കുടുംബത്തിന്റെ ഭരണകാര്യം എന്റെയും നിങ്ങളുടെയും കയ്യിലാണ്. ഒരു പിതാവിന് അധ്വാനിച്ച് പണം തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മകന് അധ്വാനിച്ച് പണം അയക്കാനേ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് മക്കളെ പഠിപ്പിക്കേണ്ടതും മക്കളുടെ വസ്ത്രധാരണങ്ങൾ നന്നാക്കേണ്ടതും എല്ലാം തന്നെ ഒരു മാതാവിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ നിന്ന് ആരും തന്നെ ഒഴിവല്ല. എനിക്കൊരു വിവരമില്ല, ഞാൻ എന്താ അവരോടൊക്കെ പറയാ, ഓലൊക്കെ നല്ല പഠിപ്പേരല്ലേ, നമ്മളമ്മാര് പറയുന്ന വാക്കാണത്. അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ഒരു ഉമ്മാനോളം വലിയ പഠിപ്പേര് ആരും തന്നെ ഇല്ല. കാരണം ഒരു ഉമ്മയാകുന്നു ആ കുടുംബത്തിന്റെ നാഥ. ആ കുടുംബത്തിന്റെ നാഥയുടെ കയ്യിലാണ് അവിടുന്നുള്ള എല്ലാ പഠിപ്പുകളും വരുന്നത്. അതുകൊണ്ട് ആ ഉമ്മാക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഒരു മാതൃകാവനിതയായി ഒരു ഉമ്മ ജീവിക്കണം. ഒരു കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതുപോലെ തന്നെ. തൊട്ടയൽവക്കത്തുള്ള അടുത്തുള്ള ആൾക്കാരോട് നല്ലതായിട്ടുള്ള പെരുമാറ്റം തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ കുട്ടികൾക്കും ഉണ്ടാകാൻ നമ്മൾ ആ കുടുംബത്തിലിരിക്കുന്ന നമ്മളാകുന്നു നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരെ, ഒരു കുടുംബക്കാർ വരുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ടത് ആ വീട്ടിലെ സ്ത്രീകളാണ്. ആ വീട്ടിലെ സ്ത്രീകളാണ് ഉണ്ടാവുക ആ സമയത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ടിവിയുടെ പ്രസരിപ്പ് കാരണത്താൽ ഒരു വിരുന്നുകാർ കേറി വന്നാൽ ഇരിക്കിൻ എന്ന് പറയാൻ പോലും ഇന്ന് സമയമില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണതിലേക്കാണ്. വാതിൽ തുറക്കുന്നു, ഇഷ്ടമുള്ളവര് കേറുന്നു, ഇരിക്കുന്നു എന്ന് മാത്രമായി തീരുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതല്ല. നിങ്ങളിൽ ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ്. അതിഥി കയറി വന്നാൽ ആദരിക്കണം എന്നാണ്. തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവരായാലും ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടവരായാലും
ലോകത്താണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ നിന്നും വഴുതിപ്പോവുകയാണ്. ഇന്ന് ദീനിന്റെ കാര്യത്തിൽ അല്ല, ഇന്ന് മനുഷ്യന്റെ ഈ കുതിച്ചേരുന്ന ഈ നേരത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, പണത്തിന്റെ ആർത്തിയിലാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞു, മനുഷ്യൻ അനന്തരമായിട്ട് സ്വത്തുക്കൾ തിന്നുകൂട്ടുകയും മാത്രമല്ല മുതലിനോട് അങ്ങേയറ്റത്തെ ആർത്തി കാട്ടുകയുമാണ് ചെയ്യുന്നത് എന്നാണ്. ആ മുതലിനോട് സ്നേഹം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മുതലിനോട് മനുഷ്യൻ അകമഴിഞ്ഞ സ്നേഹം തന്റെ കുടുംബത്തിലും അല്ലെങ്കിൽ തന്റെ കൂട്ടത്തിലുമുള്ള ആൾക്കാരുടെ കടമകൾ നിറവേറ്റാതെ സ്വത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ദൗത്യമല്ല. സ്വത്തും സമ്പത്തും അതല്ലെങ്കിൽ സമ്പാദ്യം എല്ലാം തന്നെ വേണം. ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യത്തിലും പണം വേണം. പക്ഷേ അതെല്ലാം തന്നെ ഹലാലായ മാർഗത്തിലാണോ തന്റെ സമ്പാദ്യം എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. സഹാബ വനിതകൾ അവിടെ ഭർത്താക്കന്മാർ യാത്രക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അവർ പറയുമായിരുന്നു എത്ര തന്റെ ഭർത്താക്കന്മാരോട്, പ്രിയപ്പെട്ടവരെ, താങ്കൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാം, താങ്കൾ ഹറാമായ മാർഗത്തിൽ എന്നെയും ഈ മക്കളെയും തീറ്റരുത് കേട്ടോ എന്ന്. ഞാനും എന്റെ മക്കളും ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിശപ്പ് സഹിക്കുവാൻ സാധിക്കും, എന്നാൽ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് നരകത്തിന്റെ തീക്കട്ട അതനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളെ നീ ഹറാം തീറ്റരുത്, ഹറാമായ ഭക്ഷണം താങ്കൾ എനിക്കും കുട്ടികൾക്കും നൽകരുത് എന്ന് ഓരോരോ ഭാര്യമാരും സഹാബ വനിതകൾ അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ, അതിൽ കച്ചവട മാർഗത്തിലേക്ക് പോകുമ്പോൾ അവർ പറയുമായിരുന്നു എന്ന്. നയിയിരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും ഇന്നേ വരെ നമ്മുടെ ഭർത്താക്കന്മാരോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിദേശത്ത് പോയി കൊണ്ടുവന്നില്ല, കൊടുന്നില്ല, കിട്ടിയില്ല, അത്ര ഉണ്ടായില്ല, ഇത്ര ഉണ്ടായില്ല എന്നാണല്ലോ നമ്മുടെ പരാതി, അല്ലേ? നേരെ മറിച്ച് നിങ്ങൾ ഹലാലായ ഒരു ഭക്ഷണം മാത്രം തന്നാൽ മതി, ഞങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന പൈസ നിങ്ങൾ അധ്വാനിച്ചത് മതി, അറബിയുടേത് കട്ടെടുക്കരുത്, കച്ചവടത്തിൽ കബളിപ്പ് നടത്തരുത് എന്നൊന്നും നമ്മൾ ആരും തന്നെ ഭർത്താക്കന്മാരോട് പറയാറില്ല. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സഹാബ വനിതകൾ ചെയ്തിരുന്നതാണ്. അവരുടെ ഭർത്താക്കന്മാരെ യാത്ര അയക്കുമ്പോൾ അങ്ങനെയും കൂടി ഒരു വാക്ക് പറയുമായിരുന്നു, ഞങ്ങളെ നിങ്ങൾ ഹലാല് ഹറാമ് ഭക്ഷിപ്പിക്കരുത്, ഹലാലായ ഭക്ഷണം മാത്രം എനിക്കും മക്കൾക്കും നിങ്ങൾ നൽകുക എന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഞാനും നിങ്ങളും വന്നത് ഒരു പരീക്ഷണ ലോകത്താണ്. എന്റെയും നിങ്ങളുടെയും ജീവിതകാലം അവസാനിക്കുന്നത് ഈ പരീക്ഷ എഴുതുന്നതോടുകൂടെ. ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെയാണ് എന്നാണ്. എങ്ങനെ? അല്ലദീ യബ്ലുവക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് മരണവും നിങ്ങൾക്ക് ജീവനും നൽകിക്കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ. ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് ചെയ്യുന്നത്? തന്റെ ഈ കുടുംബ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടായിക്കൊണ്ട്, കുടുംബം ഉണ്ടായിക്കൊണ്ട്, ഭർത്താവ് ഉണ്ടായിക്കൊണ്ട്, ഉമ്മയുണ്ടായിക്കൊണ്ട്, വാപ്പയുണ്ടായിക്കൊണ്ട് എല്ലാവരും ഒഴിഞ്ഞിട്ട് ഞാൻ സൽക്കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആർക്കും അതിന് സമയം കിട്ടുകയില്ല. എല്ലാവരും ഉണ്ടായിരിക്കെ തന്നെ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നത് നോക്കലാണത്രേ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഈ ആയുസ് നൽകിയതിന്റെ ലക്ഷ്യം എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നാളെ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഈ മക്കൾക്ക് വേണ്ടി ഈ ദുനിയാവിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവരാണ്. പരലോകത്തെത്തുമ്പോൾ ആ മക്കളെ തന്നെ പിടിച്ച് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും പറയും, എന്തൊരു കഷ്ടപ്പാട് വന്നാലും കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, നാളെ പരലോകത്ത് തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ ദുനിയാവിൽ മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് കടൽ കടന്ന് അധ്വാനിച്ചവരുണ്ട്, നാട്ടിൽ അധ്വാനിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ നമസ്കാരത്തിന് പോലും സമയം കിട്ടാതെ അധ്വാനിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ പോറ്റി നല്ല നിലക്ക് അവരെ വിവാഹം ചെയ്തയച്ച് നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന ആ മക്കളുമായി നാളെ പരലോകത്തെത്തുമ്പോൾ അമൽ ചെയ്യാൻ അവസരമില്ലാതെ മരിച്ച നമ്മൾ പറയുന്നു, ലോകരക്ഷിതാവായ നാഥ, ഈ പരലോകത്തുള്ള ഈ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി തന്നാൽ ഞാൻ പ്രസവിച്ച 10 മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് നിനക്ക് തരാം. പടച്ച തമ്പുരാനെ, അതും പോരായെങ്കിൽ എന്റെ കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും ഞാൻ നിനക്ക് തരാം. അതും പോരായെങ്കിൽ
വഫസീലത്തില്ലത്തി തൂവിഹി, ഞാൻ ഇത്രയും കാലം അഭയം നൽകിയിരുന്ന എന്റെ മാതാപിതാക്കളെ അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പടച്ച തമ്പുരാനെ ഞാൻ ഈ നരകത്തിലേക്ക് നിനക്ക് തരാം. അതും പോരായെങ്കിൽ വമൻ ഫിൽ അർളി ജമിഅൻ, ഭൂമിയിലുള്ളത് മുഴുവനും ഞാൻ നിനക്ക് നൽകാം. സുമ്മ യുൻജിഹി, എന്നിട്ടെങ്കിലും നാഥ നീ എന്നെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് നാളെ പരലോകത്ത് ഒരടിമ കേഴുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരായ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അധ്വാനിക്കുന്ന പണവും അധ്വാനിക്കുന്ന സമയവും ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ മക്കളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുവാൻ ഒരു ക്ലാസ്സിന് ലേണിംഗ് ക്ലാസ്സിന് പോലും നമ്മൾ വിളിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ്? എന്റെ കുട്ടികളെടുത്ത് ആളില്ല എന്നാണ്. എന്റെ കുട്ടികളെ നോക്കാൻ ആളില്ല, ഈ കുട്ടികളെ ഇട്ടേച്ചുകൊണ്ട് ഞാൻ എങ്ങനെ വരുമെന്നാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുട്ടികളെയാകുന്നു നാളെ പരലോകത്തിലേക്ക് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ഹാജരാക്കി കൊടുക്കുന്നത്. ഇവരെ നരകത്തിലിട്ടിട്ടെങ്കിലും എന്റെ ശരീരം നീ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറയണമെങ്കിൽ ആ ലോകത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ഞാനും നിങ്ങളൊരു മാതാവിന്റെ ലക്ഷണം അതാണ്. അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങിയിട്ടില്ല എങ്കിൽ അത് വിരലിട്ട് മാന്തി കൊടുക്കുന്നവരാണ് ഒരു മാതാവ് എങ്കിൽ നാളെ പരലോകത്ത് ആ മക്കളെ തന്നെ തരാം, എന്നിട്ടെങ്കിലും എന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്ന് ഒരു മാതാവ് പറയണമെങ്കിൽ അതിന്റെ അദാബ് നമ്മൾ മനസ്സിലാക്കണം. എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, അതുപോലെയുള്ള ഒരു ശിക്ഷ മറ്റാരും തന്നെ ശിക്ഷിക്കുന്നില്ല എന്നത് സൂറത്ത് ഫജ്റിൽ നമ്മളെല്ലാവരും ഓതി കേട്ടവരാണ്. അങ്ങനെയുള്ള ഒരു ശിക്ഷ ഓരോരാൾക്കും ശിക്ഷിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്, അതിഭയാനകമാണ്. തീർന്നില്ല, ആ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഞാനും നിങ്ങളും സ്വന്തം ശരീരം കാത്തു സൂക്ഷിക്കാൻ, സ്വന്തം ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അമൽ ചെയ്യാതെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നാളെ പരലോകത്ത് വിജയം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉമ്മയായിക്കൊണ്ട് നാളെ മാതാക്കൾക്ക് മക്കളുടെ പ്രാർത്ഥന കിട്ടി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കലാണ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ കുട്ടികൾ വീണാലും, നിങ്ങൾ കഷ്ടപ്പാട് വന്നാലും, ദുരിതം വന്നാലും, പടച്ചവനെ എന്റെ കുട്ടി വീണു, അല്ലെങ്കിൽ എന്റെ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അപകടം പറ്റി, എന്താവട്ടെ, പടച്ചവനെ എന്നല്ലാത്ത മറ്റൊരു വാചകം നിങ്ങളുടെ നാവിലൂടെ വരരുത് എന്ന് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ വിളിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ പടച്ച തമ്പുരാൻ പറയുകയാണ്, സത്യവിശ്വാസികളെ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ഇർകഉ നിങ്ങൾ സുജൂദ്, നിങ്ങൾ റുകൂ ചെയ്യുക, നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുവാൻ ശ്രമിക്കുക, നിങ്ങൾ റുകൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂ ചെയ്യുക, വസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും സുജൂദ് ചെയ്യുക, വഅബ്ദു റബ്ബക്കും നിങ്ങളെ പടച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, വഫലുൽ ഖൈറ നല്ലത് മാത്രം നിങ്ങൾ ചെയ്യുക, നല്ലതേ നിങ്ങൾ ചെയ്യാവൂ, ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നാൽ നിങ്ങൾ വിജയിക്കുന്നതാണ് എന്ന്. തീർന്നില്ല, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മുതലും നിങ്ങളുടെ സമയവും നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുക എന്ന് പടച്ച തമ്പുരാൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ റുക്കൂ ചെയ്യണം, നിങ്ങൾ സുജൂദ് ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ ആരാധന നടത്തണം, നിങ്ങൾ നല്ലത് മാത്രമേ ചെയ്യാവൂ എന്ന്. നല്ലത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾ പറയുന്നത് നല്ലതാകണം, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലതാവണം എന്ന് ഖുർആന്റെ നിർബന്ധമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക തന്നെ ചെയ്യണം. വആത്തുസ് സകാത്ത, നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾക്കും നിങ്ങൾക്കുള്ള സ്വത്തിനും നിങ്ങൾ നിർബന്ധമായിട്ടും ദാനം കൊടുക്കുക തന്നെ ചെയ്യണം. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ, ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. തജിദൂഹു ഇൻദല്ലാഹ്, അത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ ചെന്നാൽ, നിങ്ങൾ മരിച്ചു ചെന്നാൽ നിങ്ങളുടെ മരുമക്കളോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ ആഭരണമോ നിങ്ങളുടെ വീടോ നിങ്ങൾക്ക് തുണയല്ല. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾ ചെയ്തു വെച്ച സൽക്കർമ്മമാണ്. തജിദൂഹു ഇൻദല്ലാഹ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനുമായ റബ്ബിനെ
കുടുംബിനിയായി ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ധാരാളം ക്ഷമ അനിവാര്യമാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും ഉണ്ടാകേണ്ടതും ക്ഷമയാണ്. എന്നെ പഠിപ്പിച്ച ഒരു സാർ എപ്പോഴും പറയുമായിരുന്നു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൂമിയോളം ക്ഷമിക്കേണ്ടവളാണ് എന്ന്. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ക്ഷമയുടെ വലിപ്പം മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതും ആ രീതിയിൽ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത് പ്രയാസമുണ്ടായാലും ക്ഷമിച്ചാൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടം? ജസാഅൻ ബിമാ സബറു ജന്നത്തൻ വഹരീറ എന്ന് ഖുർആൻ പറഞ്ഞു. ജസാഅൻ ബിമാ സബറു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുന്നവൾക്കാണത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ട് വിരിച്ച് ജസാഅൻ ബിമാ സബറു ജന്നത്തൻ വഹരീറ, പട്ടും സ്വർഗവും അല്ലാഹു പ്രദാനം ചെയ്യുന്നത്, സമ്മാനമായി കൊടുക്കുന്നത്. കുടുംബിനിയായി ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഭർത്താവിന്റെ കാര്യങ്ങളും ഭർത്താവിന്റെ ഉമ്മാന്റെ കാര്യങ്ങളും വാപ്പാന്റെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും നിർബന്ധമായിട്ടും നോക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒരു മാതാപിതാക്കൾ വയസ്സായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത വിദേശത്ത് കിടക്കുന്ന പുരുഷന് അത് സംരക്ഷിക്കുവാനോ അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനോ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നേരെ മറിച്ച് വീട്ടിലിരിക്കുന്ന ഞാനും നിങ്ങളുമാണ്. അത് ഉമ്മയായാലും ഭർത്താവിന്റെ ഉമ്മയായാലും പരിശുദ്ധ ഖുർആൻ എണ്ണിയത് മാതാവ് എന്ന് മാത്രമാണ്. അത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യന് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞ റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅഅമല സ്വാലിഹൻ തർലാഹു വസ്ലിഹ് ലി ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന് പടച്ച തമ്പുരാനോട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. തിരൂരിൽ ഒരിക്കൽ പ്രസംഗത്തിന് ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറയുകയുണ്ടായി, പ്രിയപ്പെട്ട ടീച്ചർ, എനിക്ക് നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്തണമെന്ന്. എന്താണ് പ്രാർത്ഥന എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ അമ്മായിമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ അമ്മായിമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. 3-4 ആൺമക്കളുണ്ട്. പക്ഷേ ആരും സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങോട്ടാക്കി തന്നതാണ്. അതുകൊണ്ട് ഞാനാണ് നോക്കുന്നത്. ഇതിനെ നോക്കുന്നതിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ശിക്ഷയും എനിക്കുണ്ടാകരുത്. എന്റെ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നരുത്. ഇതിന്റെ മലവും മൂത്രവും കഴുകുമ്പോൾ എനിക്ക് അറപ്പ് തോന്നരുത് എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇതുവരെ? അതൊരു വലിയ സംഭവമാണ്. ഒരു സെന്റിന് 4 ലക്ഷം 3 ലക്ഷമോ രൂപ വരുന്ന ഒരു വലിയ സ്ഥലത്തിന്റെ ഉടമയായ ഉമ്മാനെ ചെറിയ മകൻ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടത്തി. ആരും അറിയാതെ, മറ്റു 4 ആൺമക്കളും അറിയാതെ ചെറിയ മകൻ കൊണ്ടുപോയി അവന്റെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി. നല്ല ധൈര്യശാലിയായ ധീരയായ മുജാഹിദത്തായ ഒരു സ്ത്രീയാണ് ഈ ഉമ്മ. ഈ വിവരം ഇതാണ് ഒപ്പുവെച്ചത് എന്ന് അവർക്ക് അറിയയില്ലായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ നിന്നും വലിയ മകന് വിളിച്ചു പറയുമ്പോഴാണ് ഇതായിരുന്നു മകൻ കൊണ്ടുപോയി ചെയ്ത അക്രമമെന്ന്. ഇത് കേട്ടപ്പോൾ ആ ഉമ്മാക്ക് സങ്കടം സഹിക്കവയ്യാതായി. അങ്ങനെ അവരൊരു മാനസിക രോഗിയാകുകയാണ്. ആ മാനസിക രോഗിയായി കിടത്തുന്നത് ഞാൻ ഈ പ്രസംഗിക്കാൻ ചെന്ന വീട്ടിലാണ്. ആ വീട്ടിലത്തെ ഒരു മരുമകളാണ് എന്നോട് പറയുന്നത്, ടീച്ചർ, എന്റെ ഉമ്മാന്റെ അസുഖം ഇങ്ങനെയുള്ള അസുഖമാണ്, പെട്ടെന്നുണ്ടായ രോഗമാണ്, മാനസികമായ രോഗമാണ്. ഒരു കട്ടിലിൽ ഇങ്ങനെ ചുറ്റും കമ്പി കെട്ടി ഒരു കട്ടിലിൽ കയ്യും കാലും കെട്ടിയിട്ടാണ് അവരെ കിടത്തിയിട്ടുള്ളത്. എഴുന്നേറ്റ് പോകുകയാണ്. അവർക്ക് ആയമാരെ വെക്കാൻ നല്ല പണമുണ്ട്. പക്ഷേ അവർ ആയമാരെ വെച്ചിട്ടില്ല. അത്ര വലിയ പണക്കാരെ അവൾ എടത്തനാട്ടുകരയിലില്ല. ഞാൻ ഈ പറയുന്ന വീട്, ആ വീട്ടിലാണ് ആ ഒരു മരുമകൾ ആ ഉമ്മാനെ നോക്കുന്നത്. എന്നിട്ട് അവരാ പറയുന്നത് എന്നോട് പ്രാർത്ഥിക്കാൻ, എന്ത് ഈ അമ്മായിമാനെ നോക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നരുത്, ഒരു മടുപ്പ് തോന്നരുത്, അവിടെ മലമൂത്ര വിസർജനം എനിക്ക് മണം തോന്നരുത് എന്ന്, അങ്ങനെ ഒരു പ്രയാസം എന്റെ മനസ്സിൽ വരരുത് എന്ന് ടീച്ചർ എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി സത്യത്തിൽ പറഞ്ഞാൽ. കാരണം എല്ലാവിധ സൗകര്യങ്ങളും വലിയ പണക്കാരിയുമാണ് ഈ മരുമകൾ. എന്നിട്ടും അവരൊക്കെ ആഗ്രഹിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വയസ്സെത്തിയാൽ നല്ലവണ്ണം ആരോഗ്യമുള്ള സമയത്ത് ഉമ്മ കുട്ടിയെ പിടിക്കും, ഇമ്മ ഇവനെന്ന് കുളിപ്പിക്കും, ഇമ്മ ഇവനെന്ന് അങ്ങോട്ട് വെക്കും എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഉമ്മാനെ നമ്മൾ ഒപ്പം ചിരിച്ചു കളിച്ച് നടക്കുന്ന ഈ നോട്ടത്തെയല്ല ഖുർആൻ പറഞ്ഞത്. അവർക്ക് വാർദ്ധക്യമെത്തി അത്തും വിത്തുമായി സംസാരിക്കുമ്പോൾ അവർ നിന്റെ അടുക്കൽ വരുമ്പോൾ നീ അവരെ ആട്ടിയോടിക്കരുത്, അവരോട് നീ ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് തുറന്നു താഴ്ത്തി കൊടുക്കണം. ഏത് രൂപത്തിൽ ആ പ്രിയപ്പെട്ട മാതാവ്
എണീറ്റപ്പോൾ ആ കുട്ടിയെ ഒരു തുണിക്കഷത്തിൽ പിടിച്ച് ആ ചെറിയ പ്രായത്തിൽ ഏത് രൂപത്തിലുള്ള കാരുണ്യമാണ് നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്തതെങ്കിൽ ആ രൂപത്തിലുള്ള കാരുണ്യമാണ് ഒരു മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അവിടെ മലമൂത്ര വിസർജനം കഴുകാൻ നമുക്ക് അറപ്പ് വരാൻ പാടില്ല. അവിടെ വായിൽ നിന്ന് വരുന്നതോ മൂക്കിൽ നിന്ന് വരുന്നതോ ദുർഗന്ധം വമിക്കുന്നോ ആ ദുർനീരുകളോ കഴുകിക്കളയുന്നതിൽ മടുപ്പ് തോന്നാൻ പാടില്ല. മക്കളും മരുമക്കളുമായ എനിക്കും നിങ്ങൾക്കും. ഇതാണ് ഖുർആൻ പറയുന്ന ഭാഷ്യം. അവരോട് നീ ആദരപൂർവ്വം സംസാരിക്കണം, അവരോട് നീ മാന്യമായി സംസാരിക്കണം. എന്തിനാണ് നിനക്കത്? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിന്നെ പെറ്റുമ്മാനെ നീ സംരക്ഷിക്കുമ്പോൾ നിനക്ക് സ്വർഗം തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ സ്വർഗത്തിന് വേണ്ടിയാണ്. യുദ്ധക്കളത്തിലേക്ക് പോയി ഷഹീദാവുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഇന്ന് സമൂഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് മാത്രമാണ്. ആൺമക്കളൊക്കെ വിദേശത്താണ്, ആൺമക്കളൊക്കെ വിദേശത്താണ്. മക്കളും ആ മക്കളുടെ ഭാര്യമാരാണ് വീട്ടിലുള്ളത്. വളരെയധികം കഷ്ടപ്പെട്ട് കയറ്റി ഉണ്ടാക്കുന്ന വീടുകളാണ്. ആ വീട്ടിൽ അവിടെ ചവിട്ടുമ്പോഴും ഇവിടെ ചവിട്ടുമ്പോഴും അവിടെ തുപ്പുമ്പോഴും ഇവിടെ തുപ്പുമ്പോഴും അവിടെ ഒന്നും തുപ്പരുത്, നിങ്ങൾ ഇവിടെ ചവിട്ടരുത്, നിങ്ങൾ പുറത്തെ കക്കൂസ് ഉപയോഗിക്കുക, ഞാനും കുട്ടികളും അകത്തെ കക്കൂസ് എന്നിങ്ങനെ നിയമങ്ങളാകുന്നു ഈ ഉമ്മ വെച്ച മകന്റെ ഭാര്യമാർ, നമ്മളാകുന്ന ഞാനും നിങ്ങളുമാവുന്ന മരുമക്കൾ ചെയ്യുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ സൂക്ഷിക്കുക. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗം കാണാൻ സാധ്യമല്ല. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗം കാണാൻ സാധ്യമല്ല. നമ്മുടെ വയസ്സായ മാതാപിതാക്കൾ ഭർത്താക്കന്മാരുടെ ഉമ്മമാരാകട്ടെ സ്വന്തം ഉമ്മമാരാകട്ടെ രണ്ടും ഉമ്മമാരും ഉപ്പമാരുമാണ്. ഇവരുടെ സംരക്ഷണം മക്കളും മരുമക്കളും തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ അവരെ നോക്കാൻ അവരെ പെറ്റ ഉമ്മ കബറിൽ നിന്ന് ഒരിക്കലും എഴുന്നേറ്റ് വരികയില്ല. ആ മാതാപിതാക്കൾ നമ്മെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവർ നമ്മളാണ്. ഇത് ചെയ്യലാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മികത. ഇന്നത്തെ ഇസ്ലാമിന്റെ ധർമ്മം അല്ലെങ്കിൽ ഇന്നത്തെ ദീന് മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എല്ലാ പണ്ഡിതന്റെയും ഏത് പണക്കാരന്റെയും വീട്ടിൽ വയസ്സായ മാതാപിതാക്കളുടെ അടുക്കലാണ്. വയസ്സായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും അടുത്ത് ചെന്ന് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കുക. അവിടെ കാര്യങ്ങൾ, അവിടെ വേദനകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അവിടെ മകൻ പറഞ്ഞതും മരുമകൾ പറഞ്ഞതും മരുമകൾ അപ്പോൾ പറഞ്ഞതും മരുമകൾ ഇപ്പോൾ പറഞ്ഞതുമായിട്ട് മാസങ്ങളോളം കരഞ്ഞു പറയാനുള്ള സംഭവം ഇന്ന് നമ്മുടെ മാതാക്കളുടെ കയ്യിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, നമ്മുടെ മക്കളിൽ നിന്നും അങ്ങനെ വന്നില്ല, തെറ്റും വന്നില്ലെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ മാപ്പ് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഖുർആൻ മറിക്കുന്ന വാചകങ്ങളിലൊക്കെ നമ്മൾ മാതാപിതാക്കളുടെ രംഗമെത്തുമ്പോൾ കാണുന്ന വാക്ക് അത് മാത്രമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യുക എന്ന്. ഒരിക്കലും ഒരു അമ്മായിമാനെ ഉപദ്രവിക്കാനോ ഒരു മരുമകളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു അമ്മോശാക്കാനെ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള ഒരു ഉമ്മാനെ ഉപദ്രവിക്കാനോ അങ്ങനെ ഒരു ഉപദ്രവത്തിന്റെ പദം തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യും എന്ന് മാത്രമാണ്. എന്താണ് അവിടെ പുണ്യം? അവർക്ക് മക്കളുടെ സഹകരണവും അവർക്ക് മക്കളുടെ സമീപനവുമാണ് വലുത്. സമീപനം. അപ്പൊ അതിനുവേണ്ടി മാതാപിതാക്കൾ കൊതിക്കുന്നു. ഇന്നാണെങ്കിലോ സമീപനമാണ് തീരെ ഇല്ലാത്തത്. അപ്പോൾ ഇന്ന് ആയമാർ വലിയ വലിയ വീടുകളില് ആയമാരെ വെക്കുകയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ. കെട്ടിക്കൊടുന്ന ഭർത്താവിന്റെ മകന്റെ ഭാര്യ അല്പം പണം കൂടിയവളാണ്, കുറച്ച് പണം കൂടുതലാണ്. ആ പണമുള്ള മരുമകൾക്ക് ഇവിടെ ഭർത്താവിന്റെ ഉമ്മ കറുത്ത തുണിയോ അല്ലെങ്കിൽ കറുത്ത പർദ്ദയോ ഇട്ട് നടക്കുന്ന വയസ്സായ ഉമ്മാന്റെ മലമൂത്രം കഴുകി വൃത്തിയാക്കുവാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇന്ന് ആയമാരെ വീട്ടിൽ വെക്കുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. എന്നാൽ ആയമാരുടെ കൈ കൊണ്ടുള്ള സംരക്ഷണത്തിനല്ല, ആയമാരുടെ സംരക്ഷണത്തിന് പുണ്യമില്ല. ആയമാരുടെ സംരക്ഷണത്തിന് കൂലിയാണ് അവർക്ക് കൊടുക്കുന്നത് ആ മുതലാളി. നിങ്ങൾ ഓർക്കണം, എന്റെ മാതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവ്, നമ്മുടെ ഭർത്താക്കന്മാരുടെ മാതാക്കൾ, ഇവരെ നമ്മൾ കൂലിക്ക് ആൾക്കാരെ നോക്കിക്കൊണ്ടല്ല സംരക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മാതാക്കളെ സംരക്ഷിക്കുന്ന കാര്യം ഭർത്താക്കന്മാരുടെ കരുത്തിനനുസരിച്ചാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. 2 അനുഗ്രഹങ്ങൾ നിന്റെ കയ്യിലുണ്ടായി, 2 അനുഗ്രഹങ്ങൾ നിന്റെ അടുക്കൽ വന്നിട്ടും സ്വർഗം വാങ്ങാത്തവൻ നഷ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന്. അതാണ് അവൻ മൂക്കുകുത്തിക്കൊണ്ടാണ് നരകത്തിൽ വന്ന് വീഴുക എന്ന്. 2 അനുഗ്രഹങ്ങളാണത്രേ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മനസ്സ് കാട്ടാത്ത യുവാക്കളും യുവതികളും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കളും മരുമക്കളും അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ അവർക്ക് സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്ത് നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരോഗ്യമുള്ള സമയത്ത് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവർക്കും എല്ലാവരെയും കാണാതിരിക്കാൻ വയ്യ, അത്ര സ്നേഹമാണ്. എന്നാൽ വയസ്സായി കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു ഉപകാരം ഇങ്ങോട്ട് കിട്ടാത്തൊരവസരം എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവർ തടസ്സമായി തീരുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൻ വിവാഹം ചെയ്ത ഭാര്യ, ഞാനും എന്റെ കുടുംബവും അടങ്ങുന്ന ആ കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടുന്ന ഒരു ഭാര്യ, എന്റെ ഉമ്മാനെയും എന്റെ ബാപ്പാനെയും സംരക്ഷണം നോക്കേണ്ടുന്ന ഒരു ഭാര്യയാകണം എന്നുള്ളൊരു ആഗ്രഹം യുവ സമൂഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു കുടുംബം ഒരു മാതൃകാ കുടുംബമായി കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ എല്ലാ സമയത്തും പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങളിൽ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വിഭവമാണ്. ആ ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവമാകുന്നു, ഏറ്റവും നല്ല വിഭവമാകുന്നു അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ എന്നുള്ളത്. ആ സ്വാലിഹായ ഭാര്യ എങ്ങനെയാണ്? അവൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമുണ്ട് അവൾക്ക്, പടച്ചതമ്പുരാനെ ഓർക്കുന്ന ഒരു നാവുണ്ട് അവൾക്ക്. തീർന്നില്ല, അവളോട് പറഞ്ഞ അവൾക്കുള്ള മറ്റൊരു ലക്ഷണം കൂടിയും പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി തന്റെ ഭർത്താവിനെ സഹായിക്കുകയും ചെയ്യുന്നവളാണ് ആ ഭാര്യ എന്നത്. അങ്ങനെയുള്ള ഒരു ഭാര്യയാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല അവസരമുള്ളത് എന്ന്. സ്ത്രീ സമൂഹത്തിനാണ് ഏറ്റവും നല്ല അവസരമുള്ളതെന്ന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിലെന്ന്. അതിന്റെ കാരണവും പറഞ്ഞു, എന്ന്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ ഭർത്താക്കന്മാരെ അധിക്ഷേപിച്ച് വർത്തമാനം പറയുകയും നിഷേധിച്ച് തള്ളുകയും മാത്രവുമല്ല ആവലാദികൾ അധികരിപ്പിക്കുകയും ചെയ്യും. ഈ 2 കാരണത്താലാണത്രേ ആ സ്ത്രീകൾ നരകത്തിൽ പോയത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നിങ്ങളിൽ ഏതൊരു പെണ്ണാവട്ടെ ഭർത്താവിനെ സംരക്ഷിക്കുകയും ഭർത്താവിന്റെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ആ ഭർത്താവിന് തൃപ്തി നൽകിക്കൊണ്ട് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ദഖലത്തിൽ ജന്ന, ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്ന്. ആ ഭർത്താവിന് ആ ഭാര്യയെ തൊട്ട് സംതൃപ്തിയുള്ളവനാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭാര്യ സ്വർഗത്തിലാണ് എന്ന്. ആ ഭർത്താക്കന്മാരുടെ സംതൃപ്തി ലഭിക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു, അൽ മർഅത്തു സ്വാലിഹ ഇദാ നദറ ഇലൈഹാ സറത്തുക വഇദാ അമറഹാ തഅതുക വഇദാ ഗാബ അൻഹാ ഹഫ്ലതുക. നിന്റെ ഭാര്യ നിന്നെ കണ്ടാൽ സന്തോഷമുള്ളവളും അതേപോലെ തന്നെ നീ കൽപ്പിച്ചാൽ അനുസരിക്കുന്നവളും നീ ഇല്ലാത്തപ്പോൾ നിന്റെ മക്കളും നിന്റെ കുട്ടികളെയും നിന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നവളും ആണ് നിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വാലിഹായ ഭാര്യ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഈ ലോകം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ വിട്ടുപിരിയേണ്ടുന്ന ലോകമാണ്. ഈ ലോകത്ത് താൽക്കാലികമായ ഒരു യാത്രയുടെ വിശ്രമമാണ് ഞാനും നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്, നമുക്ക് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്, തിരുസുന്നത്തുമുണ്ട്, അതിന്റെ വിവരണങ്ങളുമുണ്ട്. ആ വിവരണത്തിനും അതിന്റെ വിശദീകരണവും പഠിക്കാനുള്ള കേന്ദ്രങ്ങളും നമ്മുടെ അടുത്തും എല്ലായിടത്തുമുണ്ട്. അത് പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലിനിൽ ജന്ന. അഖ്ബിർനി ബിഅമലിൻ, ഒരു സ്വാലിഹായ സ്ത്രീ, ഒരു മാതൃകാ വനിത ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ, താങ്കൾ ഞങ്ങൾക്ക് ഒരു അമൽ പറഞ്ഞു തരിക, യുദ്ഖിലിനി അൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ താങ്കൾ പറഞ്ഞു തരണമെന്ന്. എന്നെ സ്വർഗ്ഗത്തിലാക്കുന്ന ഒരു അമൽ പറഞ്ഞു തരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, തഅബ്ദുല്ലാഹ, നീ ഏകനായ റബ്ബിനെ ആരാധിക്കുക, വലാ തുശ്രിക് ബിഹി ഷൈഅ, അവനിൽ നീ ഒന്നും തന്നെ പങ്കു ചേർക്കരുത്, വതുഖീമുസ് സ്വലാത്ത, നീ നമസ്കാരം നിലനിർത്തണം, വതുതുസ് സകാത്ത, നീ സകാത്ത് കൊടുക്കണം, വതസിലുർ റഹ്മ, നീ കുടുംബ ബന്ധം പാലിക്കണം.
ഈ കുടുംബ ബന്ധം പാലിക്കണം. ഈ ഒരൊറ്റ വാക്കിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഇതും കൂടി ചേർത്ത് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടാണ് ചോദിക്കുന്നത്, സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു പണി, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു പണി എന്താണെന്ന് പ്രവാചകരെ താങ്കൾ ഞങ്ങളെന്ന് പഠിപ്പിച്ചു തന്നാലുമെന്ന്. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് നീ ഒരിക്കലും പങ്കു ചേർക്കരുത്, നിന്റെ നമസ്കാരം നീ നിലനിർത്തുക, നീ സക്കാത്ത് കൊടുക്കുക, നീ തസ്ലുർ റഹ്മ, നീ കുടുംബ ബന്ധം ചേർക്കുക എന്ന്. കുടുംബ ബന്ധം ചേർക്കേണ്ടതും ഈ സമൂഹത്തിൽ ഒരു മാതൃകാ വനിതയുടെ നിർബന്ധമായ കടമയാണ്. നമ്മൾ 8 5 + 5 = 10 എന്ന് പറയുന്ന രൂപത്തിൽ ഒരേ നേർക്കുള്ള കുടുംബത്തെ മാത്രമാണ് ഇന്ന് കൂട്ടിയോജിപ്പിക്കുന്നത്. നേരെ മറിച്ച് കുടുംബത്തിൽ കുറഞ്ഞവരെയോ കുടുംബത്തിൽ കുറവുള്ളവരെയോ ഒന്നും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ചേർക്കാറില്ല. എന്നാൽ എത്ര തലമുറകൾ പിന്നിട്ടതാണെങ്കിലും എത്ര അടുത്തതാണെങ്കിലും അകലത്തിലതാണെങ്കിലും ഒരു കുടുംബത്തെ നമ്മൾ മുറിച്ചു കളയാൻ പാടില്ല. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിൽ ഒരു മാർഗം കൂടിയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആ കുടുംബത്തിലെ ആളെ സ്വീകരിക്കാൻ സമയമില്ലാത്ത നമ്മൾ TV നോക്കി കണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ നമ്മെ മാനിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നവർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബബന്ധം നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിത മാർഗത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ജോലിയിലെ അതിൽ ഗൾഫിലെ പണിയില് നല്ല റിസ്ക് ഉണ്ടാകണം, നല്ല വർധന ഉണ്ടാകണം, അവന്റെ ആയുസ്സും വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ്. കുടുംബ ബന്ധം പാലിക്കണം. നിങ്ങൾ ഉമ്മ വരുമ്പോഴും വാപ്പ വരുമ്പോഴും വാപ്പാനി ഉമ്മാനി കുടുംബങ്ങൾ കയറി വരുമ്പോഴും നിങ്ങൾ 2 രൂപത്തിൽ സ്വീകരിക്കരുത്. എല്ലാം തന്നെ ഒരേ രീതിയിൽ ബഹുമാനത്തോടും ആദരവോടും കൂടിയായിരിക്കണം ആ കുടുംബത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ടതും. ആ കുടുംബ ബന്ധം നിങ്ങൾ നിലനിർത്തണം. വെറുതെ ഒന്ന് പോയി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ചെന്ന് നോക്കിയിട്ടോ എങ്ങനെയായാലും കുടുംബത്തെ വളരെ കണിശമായിക്കൊണ്ട് കുടുംബ ബന്ധം നിലനിർത്തുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിക്കുന്നു. അതെന്താണ്? നമ്മുടെ റിസ്കിൽ നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നാണ്. നമ്മുടെ സമ്പത്തിൽ നിഅമത്തുണ്ടാക്കും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരും. ഇതെല്ലാം ചെയ്യാനുള്ള ഇതെല്ലാം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഒരു കുടുംബബന്ധം നിലനിർത്തൽ, കുടുംബബന്ധം ചേർക്കൽ. അർറഹിമു മുഅല്ലഖുൻ ബി അർശിൻ മൻ വസലനി വസലഹുല്ലാഹ് മൻ വമൻ ഖതഅനി ഖതഅഹുല്ലാഹ് എന്നാണ്. മാതൃകാ വനിതയായി ജീവിക്കേണ്ടുന്ന ഞാനും നിങ്ങളും ഒരു മാതൃകാ വനിതയാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പോകലും അവരോട് സംസാരിക്കലും അവരുടെ വിവരങ്ങൾ അറിയലും അന്വേഷിക്കലും എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹ്മു എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം. ഈ കുടുംബബന്ധം എന്നുള്ളത് മുഅല്ലഖത്തുൻ ബിൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിനോട് കെട്ടിവെച്ചതാണ്. മൻ വസലനി വസലഹുല്ലാഹ്, അത് ആർ ചേർക്കുന്നുവോ അതിന് അല്ലാഹു ചേർത്ത് കൊടുക്കും. അതല്ല വമൻ ഖതഅനി, ആ കുടുംബബന്ധത്തെ ആർ മുറിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അതിനെ അല്ലാഹു മുറിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അർശുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കുടുംബത്തെ ചേർക്കുക, കുടുംബബന്ധം പാലിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ ഈ കാര്യം കൂടി ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദീനിന്റെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനിന്റെ കാര്യത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള വനിതകൾ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചവരായിരുന്നു. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് കിട്ടുവാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് തയ്യാറാക്കി കൊടുക്കുവാനും ആ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് സഹാബ വനിതകൾ വരെ പോയിരുന്ന ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി യാതൊരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഇത്തരം സദസ്സുകളിലേക്ക് ജനങ്ങളെ വിളിച്ചുകൂട്ടലും ഇത്തരം സദസ്സുകളിലേക്ക് ജനങ്ങൾക്ക് പ്രബോധനം കൊടുക്കലും അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് ഒരു കുടുംബയോഗം നടത്തലും ഇതെല്ലാം തന്നെ ഇന്ന് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ദീനീ പ്രവർത്തനങ്ങളാണ്. ആ ദീനീ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസിയെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശ് ചുമന്നു നിൽക്കുന്ന മലക്കുകൾ വരെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന യഹ്മലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. അല്ലാഹുവിന്റെ അർശ് ചുമന്നു നിൽക്കുന്ന കോടാനുകോടി മലക്കുകൾ സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അർശ് ചുമന്നു നിൽക്കുന്ന ആ മലായികത്തുകൾ ഉണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, ആ റബ്ബിന്റെ തസ്ബീഹ് റബ്ബിന്റെ നാമങ്ങൾ
പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയും വയുഅ്മിനൂന ബിഹി അവനിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയും വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഓർക്കണം, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ ക്ലാസ് എവിടെയുണ്ടോ അവിടേക്ക് നമ്മൾ പോകുന്നു. അതൊരു ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ്. അതിലേക്ക് ആളെ കൂട്ടുന്നതും അതിലേക്ക് പൈസ കൊടുക്കുന്നതും അത് സംഘടിപ്പിക്കുന്നതും അത്തരം സന്ദർഭങ്ങൾ ചെന്ന് ചേരുന്നതും ഇതാകുന്നു എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള ജിഹാദ്. മറ്റുള്ള ശരീരം കൊണ്ട് യുദ്ധം ചെയ്യുന്ന ജിഹാദ് നമുക്കില്ല. മറിച്ച് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ് ഈ ജിഹാദുകൾ. സ്വന്തം ശരീരത്തെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നമസ്കരിക്കലും സ്വന്തം ശരീരത്തെ മറ്റുള്ളവരുടെ ആ ഫാഷനും പരേഡും കാണുമ്പോൾ അതിലേക്ക് നീക്കാതെ ഇസ്ലാമിലേക്ക് തന്റെ ശരീരത്തെ പിടിച്ചൊതുക്കിക്കൊണ്ട് ഇസ്ലാമിക വേഷം ധരിക്കലും തോന്നിവാസത്തിലേക്ക് ചിന്തിക്കാതെ അതിലേക്ക് പോകാതെ അത്തരം വാഴ്ചകൾ കാണാതെ ജീവിക്കലിൽ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ്. ഈ ജിഹാദാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്. അങ്ങനെ സത്യവിശ്വാസികളായിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരെ നമ്മെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. അങ്ങനെയുള്ള ഒരു മാതൃകളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഈ വാചകം ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ മലക്കുകൾ പറയുന്ന പ്രാർത്ഥന, അരശ് ചുമന്ന് നിൽക്കുന്ന മലക്കുകൾ ഭൂമിയിലിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം റബ്ബനാ അദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ലോകരക്ഷിതാവായ നാഥ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരുണ്യങ്ങളും മുഴുവൻ വസ്തുക്കളിലും എല്ലാ ഇൽമുകളും ഉൾക്കൊണ്ട തമ്പുരാനെ, മുഴുവൻ കാരുണ്യങ്ങളും നിറച്ച തമ്പുരാനെ, ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക ഫഗ്ഫിർ രക്ഷിതാവേ നീ പുറത്തു കൊടുക്കേ, ലില്ലദീന താബൂ വത്തബഉ സബീലക ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത അടിമകളാണ് ഈ ഭൂമിയിൽ നിൽക്കുന്ന അടിമകൾ. അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ചെറുപ്പകാലം അവർക്ക് നമസ്കാരം ഉണ്ടായിട്ടില്ല, നോമ്പുണ്ടായിട്ടില്ല, സക്കാത്ത് ഉണ്ടായിട്ടില്ല, ഖുർആൻ അവർ പഠിച്ചിട്ടില്ല. ഈ സമയത്താണ് അവർക്ക് ഈ പ്രായമെത്തിയപ്പോഴാണ് അതിന്റെ വിവരം കിട്ടിയവർ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം നടത്തുകയും നിന്റെ ഖുർആൻ പഠിക്കുകയും നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ സ്വാലിഹായ അടിമകളുണ്ടല്ലോ, അവരെ നോക്കിക്കൊണ്ട് റബ്ബിനോട് അവർ പറയുന്നു, ഫഗ്ഫിർ ലില്ലദീന താബൂ പടച്ചവനെ ഇതാ പക്ഷാതപിക്കുന്നു നിന്നോടവർ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. വത്തബഉ സബീലക പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നിന്റെ മാർഗത്തിൽ അതാ അവർ ജീവിക്കുന്നു. വഖിഹിം അദാബൽ ജഹീം നരക ശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്ത് രക്ഷിക്കണമേ. റബ്ബനാ ഞങ്ങളുടെ നാഥ അദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും ലോകരക്ഷിതാവായ റബ്ബേ, ഈ ഭൂമിയിൽ നിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന ഈ സ്വാലിഹായ മാതാക്കളെയും പിതാക്കളെയും മക്കളെയും പടച്ചവനെ നീ പ്രവേശിപ്പിക്കണമേ. നീ തയ്യാറാക്കിയ സ്വർഗത്തിൽ ആരെയൊക്കെ വമൻ സ്വലഹ മിൻ ആബാഇഹിം വാപ്പമാരായി നിൽക്കുന്ന ഈ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വയസ്സായ വാപ്പമാരെ, വഅസ്വാജിഹിം അവരുടെ ഭാര്യമാരെയും വദുരിയാതിഹിം അവർക്കുണ്ടായ മക്കളെയും, ഈ മൂന്ന് കൂട്ടരെ ഉമ്മാനെ വാപ്പാനെ മക്കളെ, ഇതാണല്ലോ ഒരു കുടുംബം. ബാപ്പയും ഉമ്മയും മക്കളുമാണ്, പിന്നീടാണ് അവിടുന്ന് ഉണ്ടാകുന്നതും ബാപ്പയും ഉമ്മയും മക്കളുമാണ്. ഈ മൂന്ന് കൂട്ടരെയും നീ പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണല്ലോ തമ്പുരാനെ എന്ന് സത്യവിശ്വാസിനികളായ മാതാക്കളെയും പിതാക്കളെയും മക്കളെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അത് കേൾക്കാൻ വേണ്ടി നടക്കുന്നവരെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അർശിൽ ചുമന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സൂറത്ത് മുഅ്മിനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്തഗ്ഫിറുഹു ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശീ വൽ ഇബ്കാർ. സത്യവിശ്വാസികളായ മാതാക്കളെ പിതാക്കളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു പറയുന്നു ഫസ്ബിർ നിങ്ങൾ കഴിഞ്ഞുപോയ ദുഃഖത്തിനും പ്രയാസങ്ങളിലും നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിലും നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടിലും നിങ്ങൾ ക്ഷമിച്ചോളിയും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അല്ലാഹുവിന്റെ കരാർ തീരുമാനിക്കപ്പെട്ടതാണ്, സത്യമാണ്. വസ്തഗ്ഫിറുഹു അവനോട് നിങ്ങൾ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചോളിയും. ലിദംബിക നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക്. വസബ്ബിഹ് ബിഹംദി റബ്ബിക അവന്റെ നാമങ്ങൾ നിങ്ങൾ സദാ പ്രകീർത്തനം നടത്തിക്കൊള്ളുക. ബിൽ അശീ വൽ
രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിക്കുകയും നിങ്ങൾ ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്യുകയാണ്. എന്തിന്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഒരു മാതൃകാ വനിതയായി നമ്മൾ ജീവിക്കാൻ സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കുട്ടികളും മക്കളും ഉമ്മമാരും വാപ്പമാരും അടങ്ങുന്ന ഈ കുടുംബം ഒരു ഇസ്ലാമിക കുടുംബമായി ജീവിപ്പിക്കുവാൻ നമ്മളാണ് മുതിരേണ്ടത്.